ഹായ് ഓൾ, ജയ്മെയിൻ റിസൾട്ട് വന്നു. നമുക്ക് അടിപൊളി റിസൾട്ടാണ് സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ടോപ്പേഴ്സിനെയും കൊണ്ടുവന്ന് നിങ്ങൾക്ക് അവരുടെ എക്സാമിനേഷൻ സ്ട്രാറ്റജി, പഠിത്തം സ്ട്രാറ്റജി, അങ്ങനെ പല കാര്യങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാൾക്കാരെ കൊണ്ട് വന്നിരിക്കുകയാണ്. രണ്ട് വെറൈറ്റി മ്യൂസിക്കുകളാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാർ വെറൈറ്റി ആണെന്ന് പറയാൻ കാരണം നമ്മൾ സാധാരണ ഇതിലും ജെയ് ടോപ്പർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്താഗതിയുണ്ട്. അതായത് ഒരു ഭയങ്കര സീരിയസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെന്ന രീതിയിലുള്ള ചിന്താഗതി പൊതുവെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊന്നും മാത്രമല്ല നമ്മുടെ സൈലം ടോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമല്ല, ഇനിയും ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരെ കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള, എന്തുകൊണ്ട് വെറൈറ്റി എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. നമുക്ക് ആദ്യം തന്നെ ഇവരെന്താക്കാൻ പരിചയപ്പെടുത്തണം. അപ്പോൾ ഈ രണ്ടാൾക്കാർ, ഒരാൾ കാസർഗോഡ് നിന്ന് വരുന്നത്, മറ്റേതിൻ്റെ സ്വന്തം നാടായ കണ്ണൂർ കീഞ്ഞി പാഞ്ഞ് വരുന്ന മറ്റൊരാളും കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെട്ട് അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. പറഞ്ഞോളൂ പേര്. എൻ്റെ പേര് ഷർഫുദ. പേഴ്സൻ്റേജ് 99.24. 99.24. യെസ്, കൺഗ്രാജുലേഷൻസ്. എൻ്റെ പേര് ഇഷാൻ. ഇഷാൻ കിഷൻ അല്ലല്ലോ. ഇഷാൻ. ഞങ്ങൾക്ക് 99.41. 99.4. ഓക്കെ. അപ്പോൾ രണ്ടുപേരും നല്ല ടെക് ഫ്രണ്ടുക്കളാണല്ലേ? നമ്മൾ വന്ന് കുറച്ച് കാലം ഇപ്പോൾ പരിചയപ്പെട്ടു. വൈബോട്ട് ഇപ്പോൾ സെറ്റായി അല്ലേ? അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചേ. രണ്ട് നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് ഒരുമിച്ച് വിളിച്ചത്. അപ്പോൾ പിന്നെ 99.4 അല്ലേ? അപ്പോൾ രണ്ടാളും എന്തായാലും ഹാപ്പിയാണ് അല്ലേ? എന്താണ് ലക്ഷ്യം? IIT ആണോ NIT ആണോ? എന്താ ലക്ഷ്യം? ഇത് നമ്മൾ മെയിൻ ഇത് IIT ആണ്. എപ്പോഴാണ് ഈ IIT എന്നുള്ള ഇത് മുളച്ചത് മനസ്സിലേക്ക്? അത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ഈ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്ന് അഡ്മിഷൻ എടുത്ത് എന്നിട്ട് ഇങ്ങനെ പഠിച്ചു. ഇപ്പം ഇനിയിപ്പോൾ അഡ്വാൻസിന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അല്ല, മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്സ് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അതിലോട്ട് കുറച്ചധികം ഫോക്കസ് കൊടുക്കുന്നുണ്ട്. മാത്സ് ആണോ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് രണ്ടാക്കും? എനിക്കിപ്പോൾ മാത്സ് തന്നെ ഇഷ്ടം. അതെ, ഇടയ്ക്ക് ഫിസിക്സ് ആയിരുന്നു, പിന്നെ കുറച്ച് അങ്ങോട്ട് ഇതായപ്പോൾ പിന്നെ മാത്സിലേക്ക് തന്നെ മാറി. മാത്സിലേക്ക്. പക്ഷേ മാത്സ് പൊതുവെ മെയിൻ ഈസി പറ്റുന്നില്ല. ഫിസിക്സ് ആവും, കെമിസ്ട്രി മാത്സ് ആവാം. എനിക്ക് ഭയങ്കര കെമിസ്ട്രിയോട് ഇഷ്ടം തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ കൂടുതലും മാത്സ് ഇടണം. അപ്പോൾ പിന്നെ മാത്സ് ഇഷ്ടം മാറി. ഇപ്പം മാത്സിലാണ് നിൽക്കുന്നത്. നാളെ മാറുന്ന പറയാൻ പറ്റില്ല, മാറാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ അല്ല, പൊതുവേ ഈ മാത്സ് കുട്ടികൾക്ക് പിന്നെ ജെയ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചോളം മാത്സ് ഒരു ശരിക്കും ഒരു ബാലികാറ മലയല്ലേ? അത് മാത്സ് ടഫ് എന്ന് വെച്ചോണ്ട് അവള് മാത്സിൽ ഇരുന്ന് പഠിച്ചാല് അടിച്ചു പൊളിക്കാം. ഫുള്ള് പൊളിയുന്നല്ലേ? പൊളിമൂട് മാത്സ് സെറ്റാക്കാം. ആ ഒരു ലെവല് നമ്മളതിനെ എന്താ പറയാ, മാത്സ് ഒരു പേടി സ്വപ്നമായിട്ട് കാണരുത്. എല്ലാം എന്താ ഇത് എങ്ങനെ ഇത് വന്ന് അതെല്ലാം നമ്മളെ ടീച്ചേഴ്സ് നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിച്ചത്. അപ്പോൾ പിന്നെ സെറ്റായി ഉഷാറായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ നമുക്ക് മാത്സിന് നന്നായി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മാത്സ് തന്നെ നല്ല പെർസെൻറ്റേജ് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. പേഴ്സണലല്ല. വാട്ട് അബൌട്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി? ഫിസിക്സും കെമിസ്ട്രിയും സാറുമാരെ സപ്പോർട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് പെർസെൻറ്റേജ് ആകാൻ പറ്റി. കെമിസ്ട്രിയിൽ പ്രാവശ്യം നോക്കിയതിൽ NCERT പഠിച്ചു. NCERT എന്താ അങ്ങനെ പറയാൻ കാരണം? NCERT എല്ലാം നോക്കണം. എൻ്റെ വന്ന ക്വസ്റ്റ്യൻസിൽ NCERT ഏടുന്ന ഒരു കോർണർ എടുത്ത സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏട് കണ്ടൊരു ഓർമ്മയൊന്നുമില്ല. അങ്ങനത്തെ കെമിസ്ട്രി കുറച്ച് ബൈഹാർട്ട് ആക്കാനുണ്ടാവും, ചിലത് മനസ്സിലാക്കാനുണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ ബൈഹാർട്ട് ആക്കാനുണ്ടാവും. പക്ഷേ ഈ ബൈഹാർട്ട് ആക്കിയ സാധനങ്ങൾ നമ്മൾ ഓർത്ത് നോക്കുക. അത് ഫ്രീക്വൻ്റ് ഇക്കിനോട്സ് അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ടാവും. അപ്പോൾ ബൈഹാർട്ട് ഞാൻ എഴുതി പഠിക്കലായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പം എനിക്ക് ആദ്യമൊന്നും ഈ കെമിസ്ട്രീനോട് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത്ര ഞാൻ ബൈഹാർട്ട് പഠിക്കുന്നുണ്ടായില്ല. ഫിസിക്കൽ കെമിസ്ട്രി മാത്രമാണ് ഞാൻ നോക്കി വന്നത്. പിന്നെ മനസ്സിലായി ഈ ഇൻഓർഗാനിക്കും കൂടെ പഠിച്ചാൽ എന്തായാലും ജയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ എഴുതി പഠിക്കൽ കൂടുതൽ ഫോക്കസ് ചെയ്തു. റിയാക്ഷൻ ചെറിയ നോട്ട്സ് ഉണ്ടാക്കിയതാ. പിന്നെ ഇഷ്ടമായില്ല. പക്ഷെ ഇതൊക്കെ കാണിച്ചിരുന്നല്ലേ? അതൊക്കെ ഇങ്ങനെ പോക്കറ്റിൽ വെച്ച് അടക്കാറാണോ പതിവ്? അങ്ങനെ തന്നെയാണോ അത്? ഓക്കെ. പെട്ടെന്ന് എടുക്കും, ഓർക്കണമെന്ന് തോന്നുമ്പോൾ ഒക്കെ അതെടുത്ത് ഇങ്ങനെ വായിച്ചു. ഓക്കെ. അപ്പോൾ അതിൽ ഈ കെമിസ്ട്രി എങ്ങനെയാണ് കംപ്ലീറ്റ്? ഇപ്പോൾ NCERT ഞാൻ മുമ്പ് ഫിസിക്സിൻ്റെ വെറുതെ NCERT വായിക്കാൻ വേണ്ടി ശ്രമിച്ച് എന്നെക്കൊണ്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കെമിസ്ട്രി വായിക്കാൻ ശ്രമിച്ചിട്ടില്ല. അല്ല, ഇപ്പം അടുത്ത് പഠിക്കുന്ന സാധാരണ ബുക്സ് വായിക്കൂലേ, അതേപോലെ ഒരു ഇതിൽ സാധാരണ ഫിക്ഷൻ സ്റ്റോറീസ് അങ്ങനെയല്ല, സാധാ പോലെ ജസ്റ്റ് വായിച്ചു പോവാ. അപ്പം മനസ്സിലാക്കിക്കൊണ്ട് ജസ്റ്റ് വായിച്ചു പോയാൽ സത്യം പറഞ്ഞ പണിയാ വായിക്കല്.
സത്യം പറഞ്ഞാൽ എന്താ വായിക്കുമ്പോൾ ഉണ്ടാവും ആദ്യം കത്തും, പിന്നെ വെറുതെ പിന്നെ ഇങ്ങനെ ആലോചിക്കും അത് തന്നെ കോൺസെപ്റ്റ് തന്നെയാണോ, അപ്പോൾ മനസ്സ് വെച്ച് വായിക്കാം ഇത്ര തന്നെ. അത് 3-4 ആഴ്ച ചിലപ്പോൾ വായിക്കേണ്ടി വരും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം, അത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ തന്നെ നമ്മൾ കോൺസെപ്റ്റ് ബിൽഡ് ആവും. ഓക്കെ, കുറച്ച് റിലേറ്റബിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് കുട്ടികളെ പൊതുവെ തോന്നുന്ന അവസാനം എന്താ ഇങ്ങനത്തെ കറക്റ്റ് ആൻസർ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് അവിടെ ചോദിക്കുന്നത്. അതായത് ഈ പഠിക്കുന്നിടയ്ക്ക് എന്തായാലും മടി വരും, ഉറപ്പല്ലേ? അപ്പം ഈ മടി വരുന്ന സമയത്ത് എന്താ ചെയ്യാം? മടി വരുമ്പോൾ നിർത്തിക്കോവാ, പറ്റില്ല എന്നാലും നിർത്തിപ്പോകാൻ പേരിക്കുവാ. എന്തായാലും അറിഞ്ഞ് ഇതെന്തായാലും ഇത്ര കാലമായി, കുറച്ച് കാലം കൂടി ചിലപ്പോൾ ഇതിൽ നിന്നാൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും, അങ്ങനെ വെച്ച് നിൽക്കും. എൻ്റെ ഉമ്മയും പറയാൻ ഉപ്പ എപ്പോഴും പറയുന്നുണ്ട്, എന്തായാലും ഈ കുളത്തിലിറങ്ങി ഇനി എന്തായാലും കുളിച്ചിട്ട് തിരിച്ചു കയറി പറയരുത്. അപ്പോൾ ആ ഒരു മൈൻഡ് തന്നെ എപ്പോഴും ഉണ്ടാവും. മടി തോന്നുമ്പോൾ അപ്പോൾ തന്നെ വരിക, അല്ലെങ്കിൽ ആ ഉമ്മാനെ വിളിക്കൂ, സംസാരിക്കൂ, ഉമ്മ തന്നെ പറയാൻ എപ്പോഴും തന്നെ പറയാം. ഉമ്മ ഭയങ്കര മോട്ടിവേഷൻ അല്ലേ? ഉമ്മ മോട്ടിവേഷൻ, ഉപ്പ മോട്ടിവേഷൻ, എല്ലാവരും മോട്ടിവേഷനാണ്. പാരൻസിന് ഭയങ്കര സപ്പോർട്ടീവ്, അതൊരു കീ ഫാക്ടറാണ്. അതെ അല്ലേ? പാരൻസ് ഭയങ്കര സപ്പോർട്ടീവാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പാരൻസ് കാണുന്നവർ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് പോയി പാരൻസിന് കാണിച്ചു കൊടുക്കുക അല്ലേ? നീ പറയണ കൂട്ടാ. പിന്നെ പാരൻസായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉണ്ടാക്കിയാൽ സെറ്റാന്ന് വെച്ചാൽ ഇപ്പം മാർക്ക് കുറയാണെങ്കിലും അപ്പം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് അപ്പോൾ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, സാരല്ല അടുത്തേൽ പിടിക്കുക എന്ന് പറയുമ്പം അപ്പം നമുക്കൊരു ഇത് കയറുമല്ലോ, അതിൽ പിടിച്ചിങ്ങനെ കയറിപ്പോലെ. അതല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാറുണ്ടോ? അതായത് ഈ ഒരാഴ്ച ഇത്ര പഠിക്കണം അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ടോ? അല്ല, PVQ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പം ഒരു ദിവസം ഇത്ര PVQ ചെയ്യണം ഓരോ വിഷയത്തിൽ നിന്ന്, അങ്ങനെ ഒരു ടാർഗറ്റ് ഒക്കെ എടുക്കുക. അതല്ലേ? ഈ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മറ്റേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒരുമിച്ച് അല്ല ഒരു ദിവസം ഫിസിക്സ് മാത്രം അങ്ങനെയൊക്കെയാണോ, അല്ല മിക്സ് ആയിട്ടാണോ പഠിക്കുക? മിക്സ് ആയിട്ട് തന്നെ പഠിക്കുന്ന കോഴ്സ് നല്ലത്. കാരണം നമ്മൾ ഈ എക്സാം ആണെങ്കിലും 3 വിഷയം ഒരുമിച്ചാണല്ലോ കാണാൻ പോകുന്നത്. അത് ദിവസവും 3 വിഷയത്തിനോട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താലല്ലേ നടക്കും. അപ്പോൾ PYQ ഇമ്പോർട്ടൻ്റ് ആണ്. PVQ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്ര കൊല്ലത്തെ PYQ ചെയ്തിട്ടുണ്ടാ? നമ്മളെല്ലാവരും കൂടി നമ്മളിപ്പോൾ പരമാവധി ചെയ്തിട്ടുണ്ട്. അതെ, അത് മൊത്തം ദിശ മൊത്തം ചെയ്യാം. അതെ അല്ലേ? ദിശ ഉണ്ടാവും, ഫിസിക്സ് ഉണ്ടാവും, മാത്സ്, പിന്നെ ചില റെപ്പിറ്റേഷൻസ് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് തന്നു ടീച്ചേഴ്സ്. അപ്പോൾ സെലക്ട് ചെയ്ത് തന്നുകൊണ്ട് ഈ റിപ്പീറ്റ് ചെയ്ത സാധനം ഒരു പ്രാവശ്യം ചെയ്ത് എന്തായാലും മനസ്സിലാവും, മാത്സ് എന്തായാലും മനസ്സിലുണ്ടാവും. അപ്പോൾ വാല്യൂ മാറ്റിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം വീട്ടിൽ എന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചാൽ നമുക്ക് വാല്യൂസ് മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഉറക്കം എങ്ങനെയായിരുന്നു? എത്ര സമയം ഉറങ്ങും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഡിപ്പെൻസാ. പറ, ഒരു കാര്യം സത്യം പറയോ, ക്ലാസ്സിൽ കിടന്ന് പറയുന്നുണ്ടോ? പിന്നെ ചില ടൈമിൽ ഈ പവർ നാപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, 5 മിനിറ്റ് അത് 10 മിനിറ്റ് ഉറങ്ങി അലാറം വെച്ച് ഉറങ്ങും, എന്നിട്ട് എണീറ്റിട്ട് ഫ്രഷ് ആയില്ലേ 10 മിനിറ്റ് അലാറം വെച്ച് 10 മിനിറ്റ് എണീക്കോ? അതേ ടൈമിൽ എണീക്കില്ല, അതാ പ്രശ്നം. രാവിലെ ആയിരിക്കും അപ്പൊ രാവിലെ എണീക്കും. എന്നിട്ട് പിന്നെ ചെറിയൊരു റിഗ്രറ്റ് ഉണ്ടാവും, എന്നാലും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കൂല. ഒരിക്കൽ പറ്റിയ തെറ്റ് നമ്മൾ തമാശ രൂപത്തിലാണ് പറയുന്നത്, വലിയ കാര്യമുണ്ട്. കാരണം ഒരു മിസ്റ്റേക്ക് പറ്റിയത് അവര് എന്ത് ചെയ്യാറുണ്ട്, അടുത്ത റിപ്പീറ്റ് ചെയ്യാതാണ്ട് ചെയ്യാറുണ്ട് അല്ലേ? എന്തോ പറയാൻ പോകുന്നുണ്ട്, പറ. അത് ഇങ്ങനെയുള്ള കുറെ ഫ്ലോപ്സ് ഉണ്ട് അതിനിടയിൽ, ഉറങ്ങിപ്പോലും അത് ഇതും. പക്ഷെ മനസ്സിൽ നിന്ന് പഠിച്ചാൽ മതി, അന്നേരം തന്നെ ഈ സാധനം കിട്ടും. ഫ്രീ ആയിട്ട് മനസ്സിൽ ഫ്രീ ആയിട്ട് പഠിക്കാം, ഫ്രീ മൈൻഡിൽ പഠിക്കാം, ഫ്രീ ആയിട്ട് പഠിക്കാം. നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കാം. അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാതിരിക്കാൻ എന്താ വഴിയുണ്ടോ? ഒന്ന് പാരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം, അതുണ്ട്, അത് മെയിനാണ്. ടെൻഷൻ അടിക്കുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ വായിൽ തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്ക് മൈൻഡിലിപ്പം പലതും തോന്നുമല്ലോ. ഇങ്ങനെ പാട്ട് പാടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പാട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പാട്ട് പാടാനാണോ? പാട്ടാകാണ്ടെങ്കിൽ പാടിയാണ്ട് ഇങ്ങനെ വെറുതെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതെയാ, ടെൻഷൻ അടിക്കുക. പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല ഹോസ്റ്റലായതുകൊണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നിവൻ്റെ റൂം പോകും. അല്ല നോക്കാം, ഇവൻ പഠിക്കുന്നതോ നോക്കാം. ഓനും പഠിക്കുന്നുണ്ടാവില്ല, ഓനും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ സമാധാനം ഞാൻ ഓനോടൊന്ന് ഇരിക്കും, കുറച്ച് സംസാരിക്കും. അപ്പൊ പിന്നെ കുറച്ച് കൂടാം, എന്നിട്ട് നമ്മൾ രണ്ടാളും പോയി പഠിക്കും. അപ്പൊ പിന്നെ കുറച്ചുകൂടി കൂൾ മൈൻഡ് പഠിക്കാൻ പറ്റും. കൂൾ മൈൻഡ് പഠിക്കൂ. കുറച്ചേരം സംസാരിച്ചിരുന്ന എന്നാല് എപ്പോഴല്ല കുറച്ചേരം സംസാരിച്ചാൽ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആവുമല്ലോ. അപ്പൊ പിന്നെ
നല്ല വൃത്തിക്കൊന്ന് പഠിക്കുക, ആ ടെൻഷനൊക്കെ ഒന്ന് പോയി കിട്ടും, ടെൻഷനൊക്കെ വരും. കമ്മ്യൂണിക്കേറ്റ് ആക്കാനുണ്ട്. അതെ, ഞാൻ വിചാരിച്ച് അല്ല ഞാൻ പഠിക്കുന്നില്ല ഓനും പഠിക്കുന്നില്ല അപ്പുറത്തോട്ടൊന്നും കറണ്ടില്ല സമാധാനം അങ്ങനെയല്ല അല്ലേ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വെച്ചാൽ എല്ലാവരും പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഉപദേശിച്ച് പഠിക്കുന്ന ഉപദേശം എല്ലാവരും തരും അല്ലേ. ഞാൻ നിങ്ങളെ പോകുന്ന വഴിക്കെല്ലാം കാണുമ്പോൾ പഠിക്കണമെന്ന് പറയാറുണ്ട്. എല്ലാവരും പറയുന്നതും എന്നാൽ തീരെ നിങ്ങൾ കേൾക്കാത്തതുമായ പല ഉപദേശങ്ങളുണ്ട്. ബൈഹാർട്ട് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, സാറുമാരെപ്പോഴും പറയും ബൈഹാർട്ട് പഠിക്കാനുള്ള ബൈഹാർട്ട് തന്നെ പഠിക്കണമെന്ന്. പക്ഷെ മാത്സിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ബൈഹാർട്ട് പഠിക്കുന്നത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതെ. അപ്പം അത് തീരെ അനുസരിച്ചില്ല. ആദ്യമൊക്കെ സാറ് പറയും, തീരെ കേൾക്കൂല. അങ്ങനെ മാർക്സിൽ ചെറുങ്ങനെ കുറഞ്ഞൊക്കെ തുടങ്ങി, പിന്നെ അതനുസരിക്കാൻ തുടങ്ങി, റെഡി. പിന്നെ അതേപോലെ എക്സാമിനേഷൻ ഹോളിൽ ഇപ്പം ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. ഞാൻ മോക്ക് ടെസ്റ്റുകളാണ് ഉദ്ദേശിച്ചത്. മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾ വരുത്തിയ എന്തെങ്കിലും സ്ഥിരമായിട്ട് വരുത്തിയ മനഃപൂർവ്വമായിട്ട് ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. മനഃപൂർവ്വമല്ല, ഐ മീൻ അറിയാതെ പറ്റിപ്പോവാത്ത രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് 4 ഓപ്ഷൻസ് ആണല്ലോ MCQ. അപ്പം നമ്മളിപ്പം കുറച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തന്നാലൊരു ടെൻഡൻസി വരും. കറങ്ങി കുത്തണ 4 ഓപ്ഷനിലേ ഉള്ളൂ. ചിലപ്പോൾ ശരിയായ 4 മാർക്ക് കൂടും, തെറ്റിയ ഒരു മാർക്കല്ലേ പോയാലൊന്ന് ചേർത്തിയാലേ അധികമൊക്കെ ഇറക്കി കുത്തി ചിലപ്പോൾ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നല്ല നഷ്ടം ഉണ്ടാവും, പറ്റൂല. അതെ, ഭാഗ്യം. അല്ല, ഈ കറങ്ങി കുത്തുന്ന സ്വഭാവം മാറ്റില്ല. മാറ്റല് നമ്മളോട് പിന്നെ തോന്നി ഈ കറങ്ങുന്നത് എപ്പോഴും നടക്കൂല, ഭാഗ്യം. ഇടയ്ക്ക് ഞാൻ കറങ്ങി കുത്ത, ഞാൻ ഇടയ്ക്കൊരു 10 ഉണ്ടെങ്കിൽ കറങ്ങി കുത്തു. അതിൽ ഒരു പ്രാവശ്യം 7-8 തെറ്റി. പിന്നെ ഒരു 10 കറങ്ങി കുത്തിട്ട് 8 തെറ്റി. എന്നാലും ലാഭല്ലേ? അപ്പൊ 0 ആയി. അപ്പൊ ആ സമയം കഴിഞ്ഞു. അതിനെക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ സന്ദേശങ്ങളാട്ടോ. കറങ്ങി കുത്തരുത് പറഞ്ഞു. അത് കറക്കി കുത്തിയോണ്ട് പിന്നെ തോന്നി അതാ കാര്യം ഡിപ്രഷൻ. ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഭാഗ്യം പോലെ ആയിരിക്കും എങ്ങനെ. അപ്പോൾ പിന്നെ കറക്കി കുറച്ച് ചെറിയ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടോ, ആൻസർ ഓപ്ഷൻസ് എല്ലാം കാണുമ്പോൾ ആദ്യമായിട്ട് കണ്ടിട്ട് ഇതങ്ങനെ കുത്താതിരിക്കും മെയിൻസ് ഇല്ല. അതുകൊണ്ട് ജെയിമെയിൻ ചെയ്തിട്ടില്ല. ഇല്ല. അതേപോലെ തന്നെ ഈ റാങ്കെല്ലാം കിട്ടിയ സമയത്ത് ഇപ്പം റാങ്ക് കിട്ടാൻ എന്തെങ്കിലും പലതും മാറ്റി വെച്ചിട്ടുണ്ടാവല്ലോ ജീവിതത്തിൽ. അങ്ങനെ ഏറ്റവും വിഷമം തോന്നി ഏതാണ് മാറ്റി വെച്ചത്? എന്നുവെച്ചാ പണ്ട് ഇവിടെ വരുന്നതിന് മുമ്പൊക്കെ നാട്ടില് ചങ്ങായിപ്പുറം പുറക്ക് വീട്ടുകാരപ്പുറം താമസിച്ചെന്നല്ലേ, നാട്ടില് ഈ കറങ്ങാൻ പോക്ക് അതൊക്കെ ഹോസ്റ്റലിൽ വന്നപ്പം പോയല്ല മെയിനായിട്ട്. പിന്നെ വീട്ടുകാരുള്ള ടൈം, നമ്മള് വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ പാരന്റ്സിനപ്പുറം, പാരന്റ്സ് നമ്മളെ എല്ലാ ദിവസവും നേരിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതും അതൊക്കെ ഹോസ്റ്റലിൽ വന്നപ്പോൾ ചെറുതായി പോയി. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ടൈംസ് കുറേ എല്ലാം പോയി. എങ്ങനെ പോയി? ഇതിൽ കിട്ടിയില്ലേ? ഇതിപ്പോ കിട്ടുമല്ലോ. ഇനിയോ ഇത് ഷോർട്ട് ടൈം അല്ലേ? അതാലോചിക്കുമ്പോൾ ഇപ്പം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാം. അതെ, ഔട്ട് ഓഫ് കംഫർട്ട്. യെസ്, അതന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ തോന്നും, ഫ്രണ്ട്സിനോട് കളി അടക്കാം, എന്തിനാ ഇങ്ങനെ ഇതാക്കുന്നതെന്നില്ല പല തോന്നുകൾ തോന്നും. പക്ഷേ നമ്മൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇനി അടുത്തത് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? സെറ്റാണ്. റിസൾട്ട് അറിഞ്ഞ ഉടനെ എന്തായിരുന്നു വീട്ടുകാരുടെ റിയാക്ഷൻ? ഈ റാങ്ക് കിട്ടുമെന്ന് വിചാരിച്ചിനോ? എന്തായിരുന്നു ഒരു റിയാക്ഷൻ? അതിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് റെസ്പോൺസ് ഷീറ്റ് ഇറങ്ങി. അപ്പോൾ എൻ്റെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് എനിക്ക് വന്ന മാർക്സ് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. പിന്നെ നമുക്കൊരു എസ്റ്റിമേറ്റഡ് കട്ട് ഓഫ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ AI വെച്ചാൽ അല്ലെങ്കിൽ അറിയുന്ന വെബ്സൈറ്റിൽ ട്രെൻഡ് വെച്ചിട്ട് അവർ പറയും. അതിനെ നോക്കുമ്പോൾ എൻ്റെ മാർക്കിനോട് ഒത്തിരി മേലെയാണ് കട്ട് ഓഫ് പറഞ്ഞത്. ഞാൻ വീട്ടുകാരോട് കുറേ ഇതാക്കി പറയുന്നത് അത് കിട്ടാൻ ചാൻസ് ഇല്ല, പ്രതീക്ഷ കൊടുക്കാതില്ല, പ്രതീക്ഷ കൊടുത്തില്ല 98 ആവും എനിക്ക് തന്നെ. അത് പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ട്, സീരിയസ് ആയിട്ട് അങ്ങനെ തന്നെ തോന്നി. പിന്നെ ഇനിയിപ്പോൾ 98 അടുത്ത ഫേസ് ഉണ്ട്. ഇപ്പം ഈ ഫേസ് മാത്രമല്ലല്ലോ, ഒരു ഫേസും കൂടി നമുക്ക് ചാൻസ് ഉണ്ട്. അതപ്പോൾ അങ്ങനെ ആലോചിച്ച് മനസ്സിനെ സമാധാനിപ്പിച്ച് പിന്നെ നോക്കിയപ്പോൾ 99.4 വന്ന് ഞാൻ നേരെ വീട്ടിൽ വിളിച്ച് ഉമ്മ ചട്ടി കണ്ണുമെല്ലാം വെള്ളം വന്നു. അപ്പോൾ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമായി, ഉപ്പാപ്പൊക്കെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഈ ആരെ ഫസ്റ്റ് വിളിച്ച ഉമ്മാനെ തന്നെയാണോ? സത്യം പറയണം. സത്യമായിട്ടും അതിനോട് പ്രത്യേകം ചോദിക്കാൻ സാറെ ഏൽപ്പിച്ചു. ഉപ്പാനെ വിളിച്ച് ഹാപ്പി ആയി എല്ലാവരും. ഞാൻ ഇതേപോലെ തന്നെ ആയിരുന്നു. എസ്റ്റിമേറ്റഡ് കട്ട് ഓഫ് നോക്കിയപ്പം കറക്റ്റ് 98 or 99 അതിൻ്റെ ഒരു ഇതിന്റെ ഇടയിലായിരുന്നു. എന്നിട്ട് 99.2 സംതിങ് കിട്ടിയപ്പം നല്ല ഹാപ്പി ആയി വീട്ടുകാരും
ഞാൻ ഹാപ്പി ആയി. ജയ് കഴിഞ്ഞ ഉടനെ എക്സാം കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് എന്താ ചെയ്തത്? വീട്ടിൽ പോയി അതെ വീട്ടിൽ പോയി എല്ലാവരും കണ്ട് നല്ല വൃത്തിക്കൊന്ന് ഉറങ്ങി. കഥം ഓക്കെ ബൈ ബൈ ബെഡിക്ക് അങ്ങനെ ബെഡിക്ക് വീട്. ശിവൻ അതല്ലേ വേറെന്തോ ചെയ്തു ആലോചിക്കാം, അവിടെ ഇരുന്ന് ആലോചിക്കാം. ഞാൻ ഇറങ്ങിയോട് വീട്ടുകാരുണ്ടായിരുന്നു. വയനാഴ്ച കഴിച്ച് എന്താ കഴിച്ച്? ഒന്നല്ല കഴിച്ചത് ബർഗർ കുടിച്ച് അതിൻ്റെ ഇടയിൽ നല്ല ചായ അടിക്കണ്ടേ പക്ഷെ സ്ഥലമുണ്ടായിട്ട് പഠിക്കും. അപ്പൊ പിന്നെ കഴിച്ചില്ല. ആ ബാക്കി കഴിച്ച് പിന്നെ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്കാണ്. കോഴിക്കോട് എൻ്റെ എക്സാം സെന്റർ ഉണ്ടായി. എൻ്റെ വീട് കണ്ണൂര്. അപ്പോ അവര് പോകുന്നതില് ഫോൺ നോക്കിയിരുന്ന്, വണ്ടിയിൽ ഫോൺ നോക്കിയിരുന്ന്, ഫോണിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നത് ഡാൻസ് തോന്നി പക്ഷെ കളിച്ചില്ല. അതിന് പക്ഷെ ഞാൻ അതിന്റെ ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാ പീസ് ആയിരുന്നു, ടഫായിരുന്നു. അതാണ് പിന്നെ മനസ്സിലാ ഇതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. വിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കി ചെക്കോട് സംസാരിച്ച് അങ്ങനെ പിന്നെ കോളായി. ഓക്കെ. എങ്ങനെയാ രാവിലെ പഠിക്കുമല്ലോ രാത്രി പഠിക്കും? രാവിലെ തീരെ പഠിക്കില്ല, നൈറ്റ് ആയിരുന്നു കൂടുതൽ പ്രിഫർ ചെയ്യുക. അത് ചിലവർ രാവിലെ എണീറ്റ് പഠിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ പണ്ട് മുതലേ 10-9 ആ ടൈമിൽ മൊത്തം നൈറ്റ് ആയിരുന്നു ഇരുന്ന് പഠിക്കുക. 2 മണി ടൈം വരെ പഠിക്കും. എന്നിട്ട് രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കാൻ പറ്റുമെങ്കിൽ ലേറ്റ് ആയിട്ട് എണീക്കും. അത്ര ലേറ്റ് ഒന്നും ആവില്ല, എന്നാലും ഒരു 8 അതിനൊക്കെ എണീക്കും. എന്നിട്ട് ബാക്കി ആ ടൈമിലും പഠിക്കും. പക്ഷെ രാത്രി ആയിരുന്നു കൂടുതൽ ടൈം പ്രിഫർ ചെയ്തത്. രാത്രിയായിരുന്നു കൂടുതൽ പഠിച്ചോളുന്നത്. ഈ അങ്ങനെ തന്നെയാണോ? ഞാൻ എൻ്റെത് ആ രാവിലെ എണീച്ച് പഠിക്കുക. ഞാൻ രാവിലെ എങ്ങനെ എണീക്കും പഠിക്കുക, ഫുൾ മോട്ടിവേഷൻ ഇല്ല. അപ്പോൾ കിടക്കാൻ നിൽക്കും, ഒരു 5 മണിക്ക് കിടക്കും, 5 മണിക്ക് എണീക്കാൻ നല്ല പ്ലാൻ ആയിരിക്കും. ഞാൻ ഉറങ്ങുന്നുണ്ടാവും 3 മണിക്ക്, ഓർക്കിട്ടില്ല പഠിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ. പിന്നെ തോന്നി ഇതെന്തായാലും നടക്കും. അപ്പോൾ പിന്നെ എന്താ രാത്രി തന്നെ യൂഷ്വലി രാത്രിയാണ് പഠിക്കൽ. പക്ഷെ ഹോസ്റ്റലെത്തിയപ്പോൾ പിന്നെ ആ ഒരു റൂട്ടീൻ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ എന്നിട്ടിപ്പോൾ രാത്രിനെ ഇരുന്ന് പഠിക്കല്. എന്നിട്ട് രാവിലെ ഇരുന്ന് ഇതൊരു പഠിച്ചിട്ടില്ല. ശീലം വന്നു പോയാൽ പിന്നെ ആ ശീലത്തിൽ തന്നെ വന്ന് അങ്ങനെ ഇതല്ലേ. ടീ ഓർ കോഫി? ചായ കിട്ടാനല്ലേ. അതല്ലടാ അതല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. നീ വെറുതെ എനിക്കറിയാം. ഞാൻ പഠിത്തത്തിനിടയ്ക്ക് ഉറക്കാൻ വരുന്ന സമയത്ത് വല്ല ചായയോ കോഫിയോ കുടിക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ച് ചായ കുടിക്കും. രണ്ടെണ്ണം അങ്ങനെ തന്നെയാണോ? അല്ല, ഞാൻ കുറച്ചുകൂടെ കോഫി, ഞാൻ കുറച്ചും കൂടി കൂടിയ ടൈപ്പ്. കഫീന് കിട്ടിയാൽ രാത്രി കുറച്ച് പഠിക്കാമല്ലോ. കഫീൻ ഉണ്ടട്ടാ. ചായ കോഫിയിൽ പിന്നെയുണ്ട്. ആ കോഫിയിൽ കുറച്ച് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ഉറക്കം വരുന്ന സമയത്ത് അത് കുട്ടികൾക്ക് നമ്മൾ ഓരോ ചോദ്യങ്ങളും കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കണം. ഉറക്കം വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതാണ് ചായ കുടിക്കാം അല്ലേ? അപ്പോൾ ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞത്. നല്ല 2 വെറൈറ്റി പീസുകളെ കൂട്ടിയിട്ടാണ് എന്താക്കിയത് വന്നത്. അപ്പോൾ ഇവരുടെ രീതികളൊക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാർക്കും എങ്ങനെയാണ് ജയി കിട്ടുക എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫണ്ണിലൂടെ അല്ലേ. അപ്പോൾ ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് എന്താണ് കുട്ടികളുടെ ഇനി എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾ പലതരത്തിലുള്ള കുട്ടികളുണ്ട്. അതായത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ +1 കുട്ടികളുണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പം പിന്നെ phase 1 കഴിഞ്ഞ് അത്ര ഉഷാറാവാതെ phase 2ലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇനി എഴുതണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നും കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യും. ടെൻഷൻ അടിക്കണ്ട്. ഇപ്പം phase 1 പോയവരൊക്കെ അധികം ടെൻഷൻ അടിക്കാണ്ട് പോയാൽ, ഇപ്പോൾ ടെൻഷനാണ് മെയിൻ ഫാക്ടർ. എക്സാം ഹാളിൽ നമ്മൾ നല്ലോണം ടെൻഷൻ അടിച്ചാൽ നമ്മളെ എക്സാം ഹാളിൽ നിന്ന് മിസ്റ്റേക്സ് എടുത്തു. എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഉത്തരം 102 ആണെങ്കിൽ 101 അങ്ങനെയൊക്കെ കിട്ടുന്ന പ്രശ്നമുണ്ട്. അതൊക്കെ വരുത്താനുള്ള സാധ്യത ടെൻഷൻ വരുമ്പം കൂടും. അപ്പം അതൊന്നും ഇല്ലാണ്ട് മൈൻഡ് ഫ്രീ ആയി ഹാപ്പി ആയി പോയി ചെയ്താൽ നല്ലൊരു പെർസെൻറ്റിൽ phase 2 വാങ്ങുക. അത് തന്നെയാണ് phase 1 കുറച്ച് കുറഞ്ഞവരോട് പറയാനുള്ളത്. പിന്നെ ഈ വരാൻ പോകുന്ന കുട്ടികളോട് അത് തന്നെ, പഠിക്കുന്ന ടൈമിലൊക്കെ ചിലപ്പോൾ മാർക്ക് കുറയും, അതൊന്നും കാര്യമാക്കണ്ട, ഫ്രീ ആകാം. എന്ന് വെച്ചാൽ കുറച്ച് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് ഫുൾ ടൈം നമ്മൾ അതിൽ കുത്തിയിരുന്ന് പഠിക്കണ്ട. എന്ന് വെച്ചാൽ മാർക്ക് കൂടണമെങ്കിൽ ഇങ്ങനെ കുത്തിയിരുന്ന് തന്നെ പഠിക്കണമെന്നില്ല. ഫ്രീ ആയി മൈൻഡ് ഒന്ന് ഹാപ്പി ആയി പഠിച്ചാൽ സെറ്റായിട്ട് എന്തായാലും നല്ല പെർസെൻറ്റേജ് കിട്ടും അല്ലേ? എന്താണ് ഈ കൂടി പറ ആന്ന് പറഞ്ഞത്? സെറ്റ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ആലോചിക്കാം, എനിക്ക് ഇതാണോ ഇഷ്ടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യം. ഇപ്പം നമുക്കൊരു ചാനലിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അന്ന് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റും. മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നിക്ക ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മേജറായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാന്ന്. അപ്പോൾ അത് ആലോചിക്കാതെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. അവിടെ ഇവിടെ അപ്പോൾ അതാദ്യം സെറ്റാക്കാം. എന്നിട്ട് പിന്നെ അതിലിരിക്കുക, ഫുൾ ഫ്രീ മൈൻഡിലിരിക്കുക. അവൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫ്രീ കൂൾ മൈൻഡിലിരിക്കുക. ടെൻഷൻ ചെയ്താൽ എല്ലാം
ഫുൾ കൂടുതൽ പണിയാവും ടെൻഷൻ അടിച്ചാൽ. ടെൻഷൻ അടിക്കാനേ പാടില്ല. ടെൻഷൻ അടിക്കാതിരിക്കാതെ തന്ത്രങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, മാക്സിമം ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കാറ് കാര്യം കൂടി പറഞ്ഞോളൂ, ഒന്നോ രണ്ടോ പറഞ്ഞോളൂ. പാരൻസ് മെയിൻ ഞാൻ കുറേ പറഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയും. ഈ നമുക്കിപ്പം എനിക്കിപ്പോൾ മോക്ക് ടെസ്റ്റിൽ നടന്നപ്പോൾ മാർക്ക് എന്നോട് കുറഞ്ഞു. ഇടയ്ക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് ഉള്ളപ്പോൾ ഇടയ്ക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് കുറയും ചെയ്യും അല്ലേ? കൂടുകയൊക്കെ ചെയ്യും. കൂടും പിന്നെ കുറയൂ, അല്ലെങ്കിൽ കുറഞ്ഞു വരും. ഒരു സമയത്ത് നല്ലോണം കുറഞ്ഞു. അന്നേരം പക്ഷെ വീട്ടുകാരൊന്നും അങ്ങനെ ഒന്നും ചോദിച്ചില്ല അതിനെക്കുറിച്ച്. അവർ പറഞ്ഞ് അത് സെറ്റാവും, ഈ എന്തായാലും അതിൽ എഫേർട്ട് എടുക്കുന്നില്ലേ അതിന് സെറ്റാവും ആ ഒരു ഇതിൽ, അല്ലാണ്ട് ഫോഴ്സ് എടുത്തില്ല അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ ഉള്ളിന്ന് പോയി. അങ്ങനെ ടെൻഷൻ ഉള്ളിന്ന് പോയപ്പോൾ പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റായി. അപ്പോൾ വീട്ടുകാർ സപ്പോർട്ടും സെറ്റ്. അവനെന്തോ പറയാനുണ്ട്, അവരിങ്ങനെ മൈക്ക് ഇങ്ങനെ പിടിച്ച് വന്നിട്ടുണ്ട്. പറ. ഈ ആദ്യമൊക്കെ ടോപ്പിക് വൈസ് ആയിരുന്നു എക്സാം. അപ്പം ചില ടോപ്പിക്കിൽ നമ്മൾ വീക്ക് ആയിരിക്കുമല്ലോ, അപ്പം നമുക്ക് അതിൽ നല്ല മാർക്ക് കുറയും, അത്യാവശ്യം മാർക്ക് കുറയും. പക്ഷെ നല്ല ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് മാർക്ക് കൂടും. അപ്പോൾ ഈ മാർക്ക് കുറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കണ്ട, ചിലയിൽ മാർക്ക് കിട്ടി, ചിലയിൽ മാർക്ക് കുറഞ്ഞു. അപ്പം അത് വിചാരിച്ച് നമ്മളെ മൊത്തത്തിൽ എക്സാം എന്ന് വെച്ചാൽ എല്ലാം മൊത്തം സിലബസ് വരുന്നല്ലേ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആവറേജ് ബെസ്റ്റ് ആക്കാൻ നോക്കിയാൽ മതി. എന്നുവെച്ചാൽ ഒരു ടോപ്പിക്കിൻ്റെ എക്സാമിൽ നല്ല കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ആക്കണ്ട. നമ്മൾ മൊത്തത്തിൽ വരുമ്പം ആ ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാലായി, ചിലപ്പോൾ അതും വരില്ല. അപ്പം അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് എക്സാംസിൽ മാർക്ക് പറഞ്ഞാൽ അത് വലിയ കാര്യമാക്കണ്ട. അത് നോക്കാണ്ട് മൊത്തത്തിൽ ഉള്ളൊരു എക്സാം മോക്ക് വരുമ്പം അതിൽ നല്ല വൃത്തിക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. അതായത് മക്കളെ സിമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഫൈനലി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി സ്റ്റുഡൻറ്റ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻറ്റ് ഈസ് നോട്ട് ദ ഇൻ്റലിജൻസ് അല്ലേ? പ്രഷർ സിറ്റുവേഷൻസിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? പ്രഷർ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക, ദെൻ വി ക്യാൻ അച്ചീവ്. അപ്പം താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.